എൻ്റെ സിനിമാ കരിയറിൽ എന്നെ തേടി എത്തുന്നതാണ് ഇത്തരത്തിലുള്ള വലിയ സൗഭാഗ്യങ്ങളൊക്കെ. MD സാറിൻ്റെ ഒരു പ്രോജക്റ്റും അങ്ങനെയാണ് എന്നിലേക്ക് എത്തുന്നത്. അതിന് കാരണക്കാരനായത് 7 Arts വിജയകുമാറാണ്. ആദ്യമേ ഒരു വലിയ പ്രോജക്റ്റാണ് പ്ലാൻ ചെയ്തത്. ജൂലിയസ് സീസർ ആയിരുന്നു പ്ലാൻ ചെയ്തത്. മമ്മൂട്ടി മോഹൻലാലിനെ വെച്ചിട്ടുള്ള ഒരു വലിയ പ്രോജക്റ്റായിരുന്നു. ഇന്ത്യൻ ചലച്ചിത്ര വേദിയിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളാണ് ശ്രീ സിബി മലയിൽ. ശ്രീ സിബി മലയിൽ ഒരുക്കിയ സിനിമകളൊക്കെയും പ്രേക്ഷകരുടെ ഉള്ളം നിറച്ച സിനിമകളായിരുന്നു. ശ്രീ സിബി മലയിലാണ് സിനിഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ലോഹി സാറ് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ള ടി എ റസാഖ് സാർ കിട്ടുന്നു. ഇല്ല, റസാഖുമായിട്ട് ഞാൻ രണ്ട് സിനിമകൾ ചെയ്തിട്ടുള്ളൂ. ഒന്ന് കാണാക്കിനാവാണ്, ഒന്ന് സൈഗാൾ പാടുകയാണ്. റസാഖും ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള ഒരാളാണ്. പ്രതികൂലമായ ജീവിതാവസ്ഥകളിൽ നിന്നൊക്കെ മുന്നോട്ട് വന്ന ഒരാളാണെന്നറിയാം. അപ്പം ഞാൻ റസാഖിൻ്റെ അടുത്ത് പലപ്പോഴും ചോദിക്കുക, നിങ്ങൾ എഴുതുന്ന സിനിമകളൊന്നും നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ അതിനകത്ത് ഉണ്ടാകുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കിട്ടാവുന്ന ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്, അത് വെച്ചൊരു സിനിമ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. കുറച്ചും കൂടെ സത്യസന്ധമാകും. അതെ, അതാകുമ്പോൾ നിങ്ങളുടെ ഒരു ഏറ്റവും നല്ലൊരു വർക്ക് പുറത്തേക്ക് വരുന്നത്. KTCക്കാർ ഗ്രഹലക്ഷ്മി പ്രൊഡക്ഷൻസിന് വേണ്ടിയിട്ട് ഒരു സിനിമ ചെയ്യാൻ വന്നപ്പോൾ അന്ന് റസാഖ് മദ്രാസിലുണ്ട്. അന്ന് ഞാൻ പറഞ്ഞു, റസാഖ് ഇങ്ങനെ ഒരു പ്രോജക്റ്റാണ്, നല്ലൊരു പ്രൊഡ്യൂസറാണ്, ഒരു നല്ല പ്രോജക്റ്റ് ചെയ്യാം, അവർക്ക് ആർട്ടിസ്റ്റുകളും കാര്യങ്ങളൊന്നും വിഷയമില്ല, നിങ്ങളിൽ കഥയുണ്ടെങ്കിൽ പറയുമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ കാണാക്കിനാവിൻ്റെ വിഷയം പറയുന്നത്. അങ്ങനെയാണ് കാണാക്കിനാവ് എന്ന് പറയുന്ന സിനിമയിലേക്ക് എത്തുന്നതും. അതും ഒരു എഴുത്തിൻ്റെ ഘട്ടത്തിൽ അദ്ദേഹം മുന്നോട്ട് പോകാവുന്നൊരു ഘട്ടത്തിൽ പിന്നെ ഞാൻ സഹായത്തിനായിട്ട് ലോഹിയെ കൂടെ കൊണ്ടുവരികയും ലോഹിയും കൂടെ അതിനകത്ത് കാര്യമായ ഒരു ഇടപെടൽ നടത്തി ആണ് ആ സിനിമ, അതിൻ്റെ തിരക്കഥ ഇന്ന് നമ്മൾ കഥ സ്റ്റേറ്റ് അവാർഡ് റസാഖിനുണ്ടായിരുന്നു. കാണാക്കിനാവ് പോലെ തന്നെ മറ്റ് സിനിമകളിൽ ലോഹി സാറിന്റെ ഒരു സപ്പോർട്ട് സുഹൃത്ത് എന്നുള്ള രീതിയിൽ എഴുത്തിൽ എങ്ങനെയാണ് സഹായിച്ചത്? അങ്ങനെ ഒരുപാട് സിനിമകളിലേക്ക് ലോഹിക്ക് ഇടപെടേണ്ടി വന്നിട്ടില്ല. ഒരിക്കലും ഈ നീ വരുവോളം എന്ന് പറയുന്ന സിനിമയുടെ ഘട്ടത്തിലും അത് എഴുത്തിലൊരു ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കഥ പറഞ്ഞ രീതിയിൽ നിന്നും എഴുത്തങ്ങോട്ട് മുന്നോട്ട് വരാതെ വന്നപ്പോൾ ലോഹി വരികയും ലോഹി ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നൊക്കെ പറയുന്നൊരു ഘട്ടത്തിൽ ലോഹി വന്നു. പക്ഷേ ലോഹിക്കും കാര്യമായ ഒരു ഇടപെടൽ നടത്താനുള്ള സാഹചര്യം അപ്പോൾ കഴിഞ്ഞു പോയിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ആവശ്യങ്ങൾക്ക് ഓടി എത്തുന്ന ആളാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ലോഹി ഈ കാണാക്കിനാവിൻ്റെ തിരക്കഥയിൽ ലോഹിയുടെ വലിയ അതെ, ശരിക്കും ലോഹിയുടെ വലിയൊരു ഇടപെടലുണ്ടായിരുന്നു. പിന്നെ എഴുത്തുകാരിൽ മുന്നോട്ട് വരുമ്പോൾ രഞ്ജിത്തേട്ടനുമായിട്ടുള്ള അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കോമ്പോ, ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള സിനിമ. സാറിന്റെ മറ്റ് സിനിമകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു സമ്മറിൻ ബത്തലയും എന്നൊരു സിനിമ. അതിന് മുമ്പും സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ സമ്മറിൻ ബത്തലയും എടുത്തു പറയേണ്ട ഒരു സിനിമയായിരുന്നു. എനിക്ക് തോന്നുന്നു 3-4 സിനിമകൾ രഞ്ജിത്തുമായിട്ട് 3 സിനിമകളാണ് എനിക്ക് തോന്നുന്നു. മായാമയൂരം ആദ്യമായിട്ട് രഞ്ജിത്തുമായിട്ട് ചെയ്യുന്നത് മായാമയൂരമാണ്. മായാമയൂരത്തിൻ്റെയും അതിനു മുമ്പ് രഞ്ജിത്തുമായിട്ട് സിനിമകൾ ചെയ്യാനുള്ള ആലോചനകളൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അടുത്തേക്ക് രഞ്ജിത്തിനെ കൊണ്ടുവരുന്നത് ഗുഡ് നൈറ്റ് മൂവീസാണ്. അവർക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആവശ്യപ്പെട്ട് വന്നതാണ്. ആകാശദൂതിൻ്റെ ലൊക്കേഷനിലാണ് രഞ്ജിത്തും ഗുഡ് നൈറ്റ് രാജുവുമായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഷൂട്ടിംഗ് കഴിഞ്ഞുള്ള രാത്രിയിൽ സമയത്താണ് കഥ പറയുന്നത്. കഥ വളരെ അട്രാക്റ്റീവ് ആയിരുന്നു. മോഹൻലാൽ ഒരു ഡ്യുവൽ റോൾ ചെയ്യുന്നു. അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് ചെയ്തത് സമറിൻ ബദ്രഹമാണ്. സമറിൻ ബദ്രഹവും ശരിക്കും ഞാൻ തമിഴിന് വേണ്ടി ചെയ്യാനായിട്ട് രഞ്ജിത്തിൻ്റെ കഥ എനിക്കറിയാമായിരുന്നു. ആ കഥ ഉണ്ടാകാൻ കാരണം KT കുഞ്ഞുമോൻ എന്ന് പറയുന്ന മലയാളിയായ തമിഴ് സിനിമാ നിർമ്മാതാവ്, അദ്ദേഹം അന്ന് വലിയ സിനിമകൾ അവിടെ തമിഴ് ശങ്കറിനെയൊക്കെ വെച്ചിട്ട് മുതൽവൻ ഒക്കെ പോലെയുള്ള വലിയ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം മലയാളത്തിലൊരു വലിയ സിനിമ ചെയ്യണമെന്നും പറഞ്ഞാൽ എന്നെ അപ്രോച്ച് ചെയ്യുന്നു. അപ്പം ഞാൻ ആ സമയത്ത് ഞങ്ങൾ തമ്മിൽ ഇതിനു വേണ്ടിയിട്ടുണ്ടാക്കിയൊരു കഥയാണ് ഈ സമ്മറിൻ്റെ ആദ്യത്തെ വേർഷൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത കഥ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത്, എനിക്ക് ഇങ്ങനത്തെ സിനിമയല്ല, എനിക്ക് ഭയങ്കര ആക്ഷൻ ഓറിയൻറ്റഡ്, ഭയങ്കര ചേസിങ്ങും കാര്യങ്ങളൊക്കെ പറയാം, അങ്ങനത്തെ സിനിമ ചെയ്യണമെന്നില്ല. അപ്പോൾ അത് നമ്മളെക്കൊണ്ട് സാധ്യമാകുന്നൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം എൻ്റെ ഒരു ജോണറല്ല അത്. പിന്നെ ഞാൻ തമിഴിലേക്കൊരു സിനിമ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ കഥയാണ് ഒരുപാട് കഥകൾ ആലോചിച്ച ശേഷം ഇതിലൊക്കെയാണ് എത്തിയത്. അപ്പോൾ അന്ന് അത് എഴുതാൻ വേണ്ടിയിട്ട് ഞാനൊരു ജോൺ പോളിനെയാണ്, കാരണം മലയാളത്തിൽ നിന്ന് ഒരു റൈറ്ററുമായിട്ട് ഇരുന്നൊരു സ്ക്രീൻ പ്ലേ രൂപപ്പെടുത്തിയിട്ട് തമിഴിലേക്ക് അത് മൊഴിമാറ്റം നടത്തുക എന്നുള്ളതായിരുന്നു. രഞ്ജിത്ത് സാറിന്റെ കഥയിൽ അതെ. അപ്പം ജോൺ പോൾ വേറെ ഒരു കഥയുമായിട്ടൊക്കെ വന്നു. പക്ഷെ ആ കഥ വർക്കായ വന്നപ്പോൾ ഞാനിങ്ങനെ ഈ കഥ
ഇങ്ങനെ രഞ്ജിത്തിൻ്റെ ഇങ്ങനെ ഒരു കഥയുണ്ടോ എന്നുള്ള കാര്യം പറയുകയും രഞ്ജിത്തിനെ അന്വേഷിച്ചപ്പോൾ രഞ്ജിത്ത് ഭാഗ്യത്തിന് ആ സമയത്ത് ഞങ്ങൾ ചെന്നൈയിലാണ് ഞങ്ങളുണ്ടായിരുന്നത്. രഞ്ജിത്ത് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ രഞ്ജിത്ത് വന്ന് ആ കഥയുടെ ഒരു പൂർണ്ണ രൂപം അവിടെ പ്രസൻറ്റ് ചെയ്തു. അങ്ങനെ അത് തമിഴിലേക്ക് ജോൺ പോൾ എഴുതാമെന്നൊക്കെ ഉള്ള ധാരണ ഉണ്ടായെങ്കിൽ പോലും ആ തമിഴ് പ്രോജക്റ്റ് നടക്കാതെ പോയി. അതിൻ്റെ ഒരു 1-2 ദിവസത്തെ ഷൂട്ടിംഗ് പാട്ടൊക്കെ ഷൂട്ട് ചെയ്തു. പക്ഷേ ആ സമയത്ത് മെയിൻ ഷെഡ്യൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ആ പ്രോജക്റ്റ് ഡ്രോപ്പായി. പ്രൊഡ്യൂസറുടെ ഭാഗത്തുനിന്നുള്ള ഫൈനാൻഷ്യൽ ഇഷ്യൂസൊക്കെ കാരണം. ആ കഥ ആ സമയത്ത് കേട്ടത് പിന്നെ ആ സമയത്ത് അതിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ രഞ്ജിത്തായിരുന്നു. തമിഴ് പടത്തിൻ്റെ രഞ്ജിത്തായിരുന്നു. രഞ്ജിത്ത് അതേ സമയത്ത് തന്നെ സിയാദ് കോക്കറിൻ്റെ മറുവത്തൂർ കരവിൻ്റെ പ്രൊഡക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ രഞ്ജിത്ത് വഴി സിയാദ് ആ കഥ കേൾക്കുകയും സിയാദിനത് മലയാളത്തിൽ ചെയ്യാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞ് വന്നത്. അങ്ങനെയാണ് മലയാളത്തിലേക്ക്. പക്ഷേ സിയാദിൻ്റെ ഒരു കണ്ടീഷൻ രഞ്ജിത്ത് തന്നെ എഴുതണമെന്നുള്ളതായിരുന്നു. അങ്ങനെ അങ്ങനെയാണ് രഞ്ജിത്ത് മലയാളത്തിലേക്ക് സമ്മറിൻ ബദ്രഹം ചെയ്യുന്നത്. അത് സാറിന്റെ മറ്റ് സിനിമകളിൽ നിന്ന് വളരെ ഫാസ്റ്റ് ആയിരുന്നു ആ സിനിമ. അതുപോലെ തന്നെ പ്രണയവർണ്ണങ്ങൾ എന്നൊരു സിനിമ ഒരു സാറിന്റെ ഡിഫറെന്റ് ക്യാമ്പസ് സിനിമകളിൽ ഭയങ്കര ഫാസ്റ്റും ആയിരുന്നു. കുറച്ചും കൂടെ വേറൊരു ലെവൽ ഒരു കുറച്ചും കൂടി യൂത്ത് കണക്ട് ചെയ്യുന്ന സിനിമകളായിരുന്നു. അതും 2 പുതിയ എഴുത്തുകാരായിരുന്നു. സച്ചിദാനന്ദൻ പുഴങ്കരയും ജയരാമൻ കടമ്പാട്ട് എന്ന് പറഞ്ഞ 2 പേര്. അവരും വളരെ കാഷ്വലായിട്ട് അങ്ങനെ ഒരു കഥയുമായിട്ട് ദിനേശ് പണിക്കരെ സമീപിച്ചാണ്. ദിനേശാണോ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ടെന്ന് കേട്ട് നോക്കാം, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പ്രണയവർണ്ണങ്ങൾ സംഭവിക്കുന്നത്. അത് കഴിഞ്ഞാണ് സമ്മർ സംഭവിക്കുന്നത്. സമ്മർ കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത സിനിമയാണ് ഉസ്താദ്. ഇത് രഞ്ജിത്തിൻ്റെ കഥയാണ്. അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. അങ്ങനെയാണ് ഓരോ സിനിമകൾ ഓരോ എഴുത്തുകാർ. പിന്നെ ഇപ്പോൾ നമ്മൾ ജോൺ പോൾ അങ്കിളിന്റെ ഒരു കാര്യം പറഞ്ഞു. ജോൺ പോൾ അങ്കിളിട്ട് ഒറ്റ സിനിമ മാത്രമേ സാർ വർക്ക് ചെയ്തിട്ടുള്ളൂ, അക്ഷരം. പിന്നീട് ആ ഒരു കാരണം തമിഴ് സിനിമയിലൊക്കെ ഒരു ഫസ്റ്റ് ചോയ്സ് പോലെ തന്നെ കണ്ടെത്തിയ ഒരാൾ ഒരു സിനിമയിൽ മാത്രം ഒതുങ്ങിപ്പോയി എന്ന് പറയുന്നത്. അതിനൊരു കാരണം എന്ന് വെച്ചാൽ അത് ജോൺ പോളിനെ സംബന്ധിച്ചിടത്തോളം ജോൺ പോൾ വളരെ വളരെ പീക്കിൽ നിന്ന് സിനിമകൾ ചെയ്യുന്നൊരു ഘട്ടത്തിൽ നിന്നും പിന്നെ ജോൺ പോൾ അത്രയും റെഗുലറായിട്ട് സിനിമ ചെയ്യാൻ പറ്റാതെ വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു പ്രോജക്റ്റുമായിട്ട് എൻ്റെ അടുത്തേക്ക് പ്രൊഡ്യൂസറുമായിട്ടൊക്കെ വരുന്ന ജോൺ പോളാണ്. പുള്ളിയുടെ തന്നെ ഒരു കഥ. അതിനു മുമ്പ് ഞാൻ ജോൺ പോളായിട്ട് വേറൊരു സിനിമയ്ക്ക് വേണ്ടിയൊക്കെ ഇരുന്നിരുന്നു. ഏഞ്ചൽ ഫിലിംസിന് വേണ്ടിയിട്ടൊരു സിനിമ എൻ്റെ തുടക്കകാലത്ത് എൻ്റെ 2ാമത്തെയോ 3ാമത്തെയോ സിനിമയുടെ സമയത്ത് ജോൺ പോൾ തന്നെ എന്നെ വിളിച്ചു വരുത്തി. പുള്ളി ഒരു പ്രോജക്റ്റ് കോർഡിനേഷനും കൂടെ നടത്താറുണ്ട് ഈ കൂട്ടത്തിൽ. ഒരു പ്രൊഡ്യൂസറെയും ഒരു ഡയറക്ടറെയും കണ്ടെത്തുക, എന്നിട്ട് പുള്ളിയിലുള്ള ഒരു കഥ ആ സിനിമയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചർച്ച നടക്കുക എന്നൊക്കെ സംഭവിക്കുന്നു. പക്ഷേ അന്ന് ഏഞ്ചൽ ഫിലിംസിന് വേണ്ടിയിട്ട് കുറേ കാലം ഇരുന്ന് എഴുതിയിട്ടൊന്നും സംഭവിച്ചില്ല. പിന്നീട് ഇതുപോലെ തന്നെ അതുമാതിരി ജോൺ പോൾ ഓർഗനൈസ് ചെയ്യാൻ ശ്രമിച്ച ഒരു പ്രോജക്റ്റാണ് പിന്നീട് അക്ഷരമായിട്ട് വന്നത്. ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് വർക്കാകത്തില്ല എന്ന്. പക്ഷേ അപ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് പെട്ടുപോകും. ചില സിനിമകൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. ജോൺ പോൾ വന്ന് കഥ പറയുമ്പോൾ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനുണ്ടായിരുന്ന സേതു സ്വന്തം ലേഖകൻ എന്ന് പറയുന്നൊരു കഥ അത് മുമ്പ് ജോഷി സാറിന് വേണ്ടിയിട്ട് ചെയ്യാൻ വെച്ചിരുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതൊരു കുറച്ചും കൂടെ ഒരു ഒരു ത്രില്ലിങ് സ്വഭാവമുള്ള ഒരു സിനിമയായിട്ടൊക്കെ സംഭവിക്കുന്നത്. പക്ഷേ പറഞ്ഞ കഥയല്ല എഴുതി വരുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ ഷൂട്ടിങ്ങിനകത്തേക്ക് കടന്നു കഴിഞ്ഞു. പിന്നെ അതിൽ നിന്ന് നമുക്ക് പിന്മാറാൻ കഴിയാത്ത ചില ഒരു സാഹചര്യങ്ങളിൽ പെട്ടുപോകും. പിന്നെ അത് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ചെയ്തു പോയ സിനിമകളിലൊന്നാണ് അക്ഷരം. അതേപോലെ തന്നെയാണ് നമ്മൾ വളരെ ചെയ്യാൻ ആഗ്രഹിക്കാതെ ചെയ്തു പോയ സിനിമയാണ് പരമ്പര. അതിനകത്ത് വന്ന് പെട്ടുപോയതാണ്. അതിൻ്റെ ഒരു കഥ വന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ അത് എഴുതി വന്നപ്പോൾ അത് നന്നായി വന്നില്ല. അത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിനും എനിക്ക് മനസ്സിലായി ഇത് നന്നാവത്തില്ല എന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. എസ്.എൻ. സ്വാമി അത് ഏതൊരു ഇംഗ്ലീഷ് സിനിമയോ അത് എൻ്റെ ഒറിജിനൽ മലയാളം അല്ല, എവിടുന്ന് കൊണ്ടുവന്നൊരു കഥയാണ്. പക്ഷേ മമ്മൂട്ടി അതിനകത്തൊരു താല്പര്യം കാണിച്ചത് 2 റോൾ മമ്മൂട്ടിക്ക്. ഞാൻ അച്ഛനും മകനുമായിട്ട് മമ്മൂട്ടിയും റഹ്മാനെയും കാസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ മമ്മൂട്ടി അത് രണ്ടും ചെയ്യാമെന്നുള്ളൊരു താല്പര്യം പ്രകടിപ്പിക്കുകയും അതിനോട് ഇവരെല്ലാവരും പ്രൊഡ്യൂസറും സ്വാമിയൊക്കെ അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തപ്പോൾ പക്ഷെ അത് എഴുതി വന്നപ്പോൾ അതൊരു നന്നാകുന്നില്ല എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ ലൊക്കേഷൻ കാണുന്ന സമയത്ത് ഞാൻ ആ പ്രൊഡ്യൂസർ മുദ്ര ശശിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു നമുക്ക് ഇത് ഡ്രോപ്പ് ചെയ്യാം, ഇത് നന്നാവില്ല, എനിക്കത് കംഫർട്ടബിൾ അല്ല, എനിക്കിത് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറയുന്നത് നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഇങ്ങനെയൊക്കെ ആയി, ഇനി ഇത് മാറിയാൽ വേറൊരു ഡേറ്റ് മമ്മൂട്ടിയുടെ ഇപ്പോൾ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നിർബന്ധിച്ചു അത് ചെയ്യാനായിട്ട്.
ഇതിനൊട്ടും താല്പര്യമില്ലാതെ ഇഷ്ടം അങ്ങനെയും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ ആ, ഇഷ്ടമില്ലാത്ത അങ്ങനെ സിനിമ അങ്ങനെ ചെയ്യുന്നവരാണ്. ചില സമയത്ത് പെട്ടുപോകും. ഉം. പിന്നെ പിന്മാറാൻ പറ്റത്തില്ല, നമ്മളും കമ്മിറ്റഡ് ആവും. പിന്നെ അത് ചെയ്യാൻ വേണ്ടി ചെയ്യാം, ഒരിക്കലും തോന്നുന്നില്ല നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിനകത്ത് ഇൻവോൾവ് ചെയ്ത് ചെയ്യാതെ ഒരു സിനിമയും നന്നാകാറില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്ന കാര്യങ്ങൾ. ആ സിനിമ ഇത്തരം ചില അവസ്ഥകളിലൂടെ നമ്മളും ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഇത്തരം പ്രഷറുകളെ നമുക്ക് ചിലപ്പോൾ അതിൽ നിന്നും അതിന് വഴങ്ങി കൊടുക്കേണ്ട അവസ്ഥകളുണ്ടാകാം. സാറിന്റെ അതുപോലെ ഒരു സാറിന്റെ ഒരു കണ്ടെത്തലാണ് ബോബി സഞ്ജയ് എന്ന് പറയുന്ന ഇന്നത്തെ ഏറ്റവും വാല്യൂ ഉള്ള ഒരു എഴുത്തുകാരൻ. അവരും സാറിന്റെ അപ്പുവിന്റെ എന്റെ വീട് അപ്പുവിന്റെ എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് വരുന്നത്. പിന്നീട് ആ ഒരു കോംബോ പിന്നീട് സാറിന് കണ്ടെത്തിയിട്ടില്ല. എങ്ങനെയായിരുന്നു അവരിലേക്കുള്ള ഇത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഒരു എഴുത്തുകാരെന്ന രീതിയിൽ സാറ് കണ്ടെത്തുന്നത്? അവരും ഇതുപോലെ തന്നെ എന്നിലേക്ക് എത്തിയതാണ്. കാരണം അവരുടെ പിതാവാണ് പ്രേംപ്രകാശ്, ആകാശദൂതൊക്കെ ചെയ്ത നിർമ്മാതാവാണ്. അപ്പം ഒരു ദിവസം അദ്ദേഹം എൻ്റെ അടുത്ത്, പ്രേംപ്രകാശിൻ്റെ അടുത്ത് പറഞ്ഞു, മക്കളുടെ ഒരു കഥയുണ്ട്, ഒന്ന് കേട്ടു നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കഥയായിട്ട് വന്ന് കേട്ടു, എനിക്കിഷ്ടമായി. അങ്ങനെ അവർ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, പ്രേംപ്രകാശ് തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ ഒരു പ്രോജക്റ്റായിട്ട് മാറുകയായിരുന്നു. പിന്നീട് അവരുമായിട്ടും ഒരു സിനിമ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായില്ല, ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നതാണ്. അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള അപൂർവ രാഗങ്ങൾ എന്നൊരു സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സിനിമ കാണുന്നൊരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള സിനിമയായിരുന്നു. അത് നജീം കോയൊക്കെ അടക്കമുള്ള, നജീം വേറൊരു എഴുത്തുകാരനും കൂടെ, ആനന്ദ്. ആ ഒരു സിനിമ ഭയങ്കര ഒരു യൂത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിനിമയായിരുന്നു. അതെങ്ങനെയായിരുന്നു സാർ? ഒരുപക്ഷെ ആ സിനിമ 2010 ഈ രണ്ട് ചെറുപ്പക്കാർ, ആനന്ദും നജീം കോയും, അവര് ഞാൻ പോകുന്ന ലൊക്കേഷനുകളിലൊക്കെ എന്നെ ഇങ്ങനെ നിരന്തരമായിട്ട് വന്ന് കണ്ടുകൊണ്ടിരുന്നു. കാണാന്ന് വെച്ചാൽ അവിടെ വന്നിരിക്കും, അവരവിടെ ഉണ്ടാവും. അവർ വന്നിട്ട് എന്നെ കാണാനോ കഥ പറയാനായിട്ടുള്ള അവസരം ചോദിച്ച് നിൽക്കും. പക്ഷേ ഈ ഷൂട്ടിംഗ് സമയത്ത് നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളില്ല, നമ്മൾ തിരക്കിലായിരിക്കും. പക്ഷേ ഇവരെ ഞാൻ കാണാം, എല്ലാ ലൊക്കേഷനിലും ആൾക്കൂട്ടത്തിനിടയിലൊക്കെ ഇവരിങ്ങനെ നിൽക്കും, ഇങ്ങനെ എന്നെ കാണാൻ വന്ന് അവിടെ എവിടെന്നെങ്കിലൊക്കെ വന്ന് നിൽക്കുകയാണ്. ഇവരുടെ നിരന്തരമായിട്ട് ഇവരെ കാണാൻ തുടങ്ങി. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കഥ കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ആ കഥ കേൾക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഫ്രഷ് ആയിട്ടുള്ള രണ്ട് ചെറുപ്പക്കാർ വന്നിട്ടൊരു കഥ പറഞ്ഞ് ഞാനൊരു സിനിമ ഞാൻ ചെയ്യാനിടയായത് അപൂർവരാഗമാണ്. അപൂർവരാഗം എന്നെ സംബന്ധിച്ചോളം നമ്മളുടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന ന്യൂ ജനറേഷൻ സിനിമയുടെ ഒരു കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ സംഭവിച്ചൊരു ട്രെൻഡിങ് സെറ്റർ ആയിരുന്നു ആ സമയത്ത്. അതെ, ഈ ന്യൂ ജനറേഷൻ സിനിമകളുടെ ഒരു തുടക്കകാലത്ത് ഉണ്ടായ സിനിമകളിൽ ഒന്നാണത്. അതുവരെ ഞാൻ ചെയ്ത ജോണറിൽ നിന്നും മാറിക്കൊണ്ടുള്ള ഒരു സിനിമയായിരുന്നു. പുതിയ ആക്ടേഴ്സും എല്ലാവരും താരതമ്യേന 1-2 സിനിമകളിൽ മാത്രം അഭിനയിച്ചിട്ടുള്ളവരാണ്. അപ്പം അതിൻ്റെ ഒരു കഥ പറച്ചിലുള്ള രീതിയും ഇന്നത്തെ കാലത്തെ നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിലുള്ള അവരുടെ കാഴ്ചപ്പാടുകളോട് ചേർന്ന് നിൽക്കുന്ന അവരുടെ പ്രണയവും പ്രണയത്തിലെ ചതിക്കുഴികളൊക്കെ പറയുന്ന സിനിമയാണ്. അതും ഒരു വളരെ ഇഷ്ടത്തോടെ ചെയ്തു. അതൊക്കെ അങ്ങനെയൊക്കെ ഒരു സിനിമ നന്നാകുന്നത് നമ്മളതിനോട് നമ്മളെ അങ്ങോട്ട് വല്ലാതെ പ്രകോപിപ്പിക്കുമ്പോഴും നമുക്കൊരു പ്രചോദനം ഉണ്ടാകും. അതെ, നമ്മളതിനകത്തോട്ട് ഇറങ്ങിച്ചെന്ന് ചെയ്യാനുള്ളൊരു, അതിൻ്റെയും തിരക്കഥകളിലൊക്കെ നമുക്ക് കാര്യമായിട്ട് അവരുടെ കൂടെ പുതിയ ആൾക്കാരെ ആകുമ്പോൾ അവർക്കൊരു നമ്മളുടെ അഭിപ്രായങ്ങളൊക്കെ അവർ സ്വാഗതം ചെയ്ത് അല്ലെങ്കിൽ അതിനോടൊത്ത് അവരും സഞ്ചരിച്ചുകൊണ്ടാണ് അങ്ങനത്തെ സിനിമകളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുത്തുകാരുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും സാറിന്റെ കരിയറിൽ ഒരു സിനിമയെങ്കിലും സാറിന്റെ കാലഘട്ടത്തിലുള്ള ഒരു സംവിധായകൻ ഏറ്റവും കൊതിക്കുന്ന ഒരു എഴുത്തുകാരനുണ്ട്, MT വാസുദേവൻ നായർ. അദ്ദേഹത്തിന്റെ കൂടെ ഒരു സിനിമ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു കരിയറിൽ ഒരു വലിയൊരു അനുഭവമാണ്. അപ്പോൾ ഈ സതയം പോലെയുള്ള ഒരു സിനിമ, അതും വളരെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു സിനിമയാണ് സതയം എന്ന് പറയുന്നത്. സതയം എങ്ങനെയായിരുന്നു സാറുമായിട്ടുള്ള ഒരു അസോസിയേഷൻ? ഈ പറയുന്ന പോലെ എൻ്റെ സിനിമാ കരിയറിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ തേടി വരികയാണ്. ഞാനായിട്ട് അന്വേഷിച്ച് പോകുന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്നെ തേടി എത്തുന്നതാണ് ഇത്തരത്തിലുള്ള വലിയ സൗഭാഗ്യങ്ങളൊക്കെ. MT സാറിൻ്റെ ഒരു പ്രോജക്റ്റും അങ്ങനെയാണ് എന്നിലേക്ക് എത്തുന്നത്. അതിന് കാരണക്കാരനായത് 7 Arts വിജയകുമാറാണ്. വിജയകുമാർ അതിനു മുമ്പ് ഞാൻ പ്രണവ് ആർട്സിന് ചെയ്തുകൊണ്ടിരുന്നു. മോഹൻലാലിൻ്റെ നിർമ്മാണ കമ്പനിയായ പ്രണവ് ആർട്സിന് വേണ്ടി ഞാൻ തുടർച്ചയായിട്ട് അവരുടെ ആദ്യത്തെ 3 സിനിമകൾ ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെയൊക്കെ വിതരണം 7 Arts ആയിരുന്നു. അതിനു മുമ്പ് കിരീടവും 7 Arts ആണ് ചെയ്തത്. അങ്ങനെ വിജയകുമാറുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. അപ്പം വിജയകുമാറാണ് ഈ ഒരു പ്രോജക്റ്റിലേക്ക്, MT സാറിൻ്റെ ഒരു സ്ക്രിപ്റ്റിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത്. ആദ്യമേ ഒരു വലിയ പ്രോജക്റ്റാണ് പ്ലാൻ ചെയ്തത്. ജൂലിയസ് സീസർ ആയിരുന്നു പ്ലാൻ ചെയ്തത്. മമ്മൂട്ടിയും മോഹൻലാലിനെയും വെച്ചിട്ടുള്ളൊരു വലിയ പ്രോജക്റ്റായിരുന്നു. പക്ഷേ അന്നത്തെ കാലത്ത് നമ്മുടെ ഈ മലയാളത്തിൻ്റെ ഒരു പരിമിതമായ ഒരു മാർക്കറ്റിംഗ് സാധ്യതകളെ വെച്ചുകൊണ്ട് അത്രയും വലിയൊരു സിനിമ പ്രായോഗികമല്ല, ഫൈനാൻഷ്യലി അത് വയബിൾ അല്ല എന്നുള്ളൊരു
ചിന്ത പിന്നീട് ഉണ്ടാവുകയും അങ്ങനെ അത് മാറി. അതിനുശേഷമാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തുന്നത്, ഈ ഒരു സതയത്തിലേക്ക് എത്തുന്നത്. അത് മോഹൻലാൽ മാത്രമുള്ള ഒരു വലിയ ചിലവുകളില്ലാത്തൊരു സിനിമ എന്ന നിലയിൽ അന്നത്തെ കാലത്ത് മലയാളത്തിലെ ഒരു നോർമൽ സൂപ്പർ സ്റ്റാർ പടത്തിൻ്റെയൊക്കെ ലെവലിലുള്ളൊരു സിനിമ ചെയ്യാമെന്നുള്ള ധാരണയിലേക്ക് എത്തുന്നത്. അത് എന്നെ സംബന്ധിച്ചോളം എൻ്റെ തലമുറയിൽപ്പെട്ട മറ്റൊരു സംവിധായകനും ലഭിക്കാതെ ഒരു ഭാഗ്യം എന്ന് പറയാം. ആ കാലഘട്ടത്തിൽ എന്നോടൊപ്പം സഞ്ചരിച്ചിരുന്ന എൻ്റെ തലമുറയിൽപ്പെട്ട മറ്റൊരു സംവിധായകർക്കും അതിനുള്ള ഒരു ഭാഗ്യം ഉണ്ടായില്ല. അത് ഒരുപക്ഷെ എൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നും സംഭവിക്കാനും കാരണമായി തീർന്നു.